വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ പറവൂര് ഈ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് മുതൽ തൃശ്ശൂർ വെങ്കിടങ്ങ് ബണ്ട് വരെ നീണ്ടെടുക്കുന്ന 70,000 ഹെക്ടർ സ്ഥലത്ത് ഉള്ള ഒരു കൃഷി രീതിയാണ്. അത് ഒരു ജലത്തിൽ വളർന്നൊരു കൃഷി രീതിയാണ് പൊക്കാളി എന്നത്. പിന്നീട് വൈക്കത്ത് മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മെഗാസ്റ്റാറുകളിലെ കർഷകനാണ്, കർഷകരിലെ മെഗാസ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹവും ചെട്ടിവിരിപ്പ് എന്ന് പറയുന്ന ഒരു വിത്തിനം, അത് പൊക്കാളിയുടെ അളിയനൊക്കെ ആയിട്ടൊക്കെ വരും അത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃഷിയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരു കഥ പറയുമായിരുന്നു. കാരണം ഒരച്ഛൻ്റെ സ്വത്തുക്കൾ മക്കളെ പങ്കുവെക്കാൻ അച്ഛൻ മരണക്കിടക്കിൽ കിടക്കുമ്പോൾ പറഞ്ഞു, അച്ഛൻ മക്കളോട് പറഞ്ഞു, മക്കളെ എൻ്റെ സ്വത്ത് മുഴുവനും തെങ്ങിൻ്റെ തടത്തിലാണ്, അവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം മരിച്ചതിന് ശേഷം മക്കളെല്ലാവരും കൂടി ഈ തെങ്ങിൻ്റെ തടം ചുറ്റും എടുത്തെടുത്തിട്ട് പോയത് സ്വത്ത് കണ്ടു കിട്ടാൻ പിടാപ്പാട് വിട്ടു മക്കൾ. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, മഴ പെയ്തു, വേനൽ വന്നു, മഞ്ഞൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഈ തേങ്ങ എന്ന് പറഞ്ഞ സാധനം തെങ്ങിൽ ഒരുപാടുണ്ടായി. അത് വിറ്റപ്പോഴാണ് മക്കൾക്ക് മനസ്സിലായത് അച്ഛൻ പറഞ്ഞ ആ സ്വത്തിൻ്റെ കഥ. ഈ കഥ കേട്ട് വളർന്ന ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ആദ്യമായി സിനിമയിൽ അഭിനയിച്ചിട്ട് കാശുകൊണ്ട് കുറച്ച് പൊക്കാളിപ്പാടം വാങ്ങി. എൻ്റെ അമ്മയുടെ നാട്ടിൽ തന്നെയായിരുന്നു, ഏഴിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 13 ഏക്കർ പൊക്കാളിപ്പാടം വാങ്ങിച്ചു. അതാണ് എൻ്റെ സമ്പാദ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമ്പാദ്യത്തിൽ കൃഷി ഇറക്കി. അത് 6 മാസം ചെമ്മീനും 6 മാസം നെല്ലുമാണ്. അങ്ങനെ പൊക്കാളിയൊക്കെ, കാരണം പൊക്കാളി ഇട്ടാൽ അത് ചിലവിലുള്ള കാശേ കിട്ടുകയുള്ളൂ. ചെമ്മീനിലാണ് നമ്മുടെ ലാഭം ഇരിക്കുന്നത്. അങ്ങനെ ചെമ്മീനിട്ട് ഒരു 2-3 മാസങ്ങൾ കഴിഞ്ഞ് ചെമ്മീൻ വിളവെടുക്കുന്ന സമയമായപ്പോൾ വൈറസ് രോഗം ബാധിച്ച് ചെമ്മീൻ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി. ഇന്നും അതിൻ്റെ ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ പൊക്കാളി പാടങ്ങൾ, ഏഴിക്കരയുള്ള പൊക്കാളി പാടങ്ങളെല്ലാം ഇന്ന് തരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ തളർത്താനായില്ല. അപ്പോൾ ഞാൻ കഥ കേട്ട് വളർന്നത്, ഞാൻ പറഞ്ഞല്ലോ, തെങ്ങിൻ്റെ ചുറ്റുമുള്ള കഥയാണ്. ഒരു കർഷകൻ്റെ പച്ചപ്പുള്ള കഥ കേട്ട് വളർന്നതിൻ്റെ പേരിൽ ഞാൻ പൗൾട്രി ഫാം രംഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈ തമിഴ്നാടിൻ്റെ ഒരു സ്വാധീനം, ഒരു മേൽക്കൈ, പൗൾട്രി ഫാം രംഗത്തുള്ള ഒരു മേൽക്കൈ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പാലക്കാട് കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് കുറച്ച് ഇൻക്യുബേറ്റർ ഞാൻ ലേലത്തിലെടുക്കാന്ന് വെച്ചാൽ അവിടെ ആദ്യമായിട്ടായിരിക്കും അത്രയും പൈസക്ക് മണ്ണൂത്തി സർവകലാശാലയിൽ നിന്ന് ഈ ഇൻക്യുബേറ്റർ ലേലത്തിൽ പോയിട്ടുള്ളത്. കാരണം മണ്ണൂത്തി സർവകലാശാല ഇതുകൊണ്ട് വെക്കും, അവിടുത്തെ ഏജന്റുമാരെ കൂടി നക്കാപ്പിച്ച വിലക്ക് ഇത് കൈക്കലാക്കും, എന്നിട്ട് ആവശ്യക്കാർക്ക് അത് മറിച്ച് വെക്കും. ഇതായിരുന്നു സർവകലാശാലയിലെ സ്ഥിരം പരിപാടി. പക്ഷേ ഞാനിപ്പോൾ ഈ മീനിലെ ജയനെ പോലെ ബാക്കിലിരുന്നുകൊണ്ട് ഫോൺ വിളിക്കുന്നു. കലാഭവൻ മണി ഹീറോ ആയ ഒരു ചിത്രം എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു. IAS ലോകനാഥൻ IAS എന്ന പടം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വൈഫിനോട് ഇത്ര ലേലം വിളി ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വൈഫിനെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു, ഒരു സ്ത്രീ വന്ന് ലേലം പിടിച്ചിട്ട് ഈ ഇൻക്യുബേറ്ററൊക്കെ സ്വന്തമാക്കി. അവസാനം ഞാൻ ആ ഇൻക്യുബേറ്റർ പാലക്കാട് കൊണ്ടുപോയി ഉറപ്പിച്ചു. 8 രൂപയാണ് ഹാച്ചിങ് എഗ്ഗിൻ്റെ വില പൊള്ളാച്ചിയിൽ അന്ന്. ഇന്നത്രയൊന്നും എനിക്കറിയില്ല. അപ്പോൾ 21,000 ശേഷിയുള്ള ഇൻക്യുബേറ്ററാണ് ഞാൻ വാങ്ങിച്ചത്. 3 ഇൻക്യുബേറ്റർ 7,000 വെച്ചിട്ടുള്ള. അപ്പോൾ 21,000 × 8 നിങ്ങൾ തന്നെ കൂട്ടുക. 8 രൂപയാണ് ഒരു ഹാച്ചിങ് എഗ്ഗിന്. ഇത് ഞാൻ വെച്ചു. വളരെ ആഘോഷപൂർവ്വം ഉദ്ഘാടനം കഴിഞ്ഞു. 21 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലാകമാനം ഒരു പക്ഷിപ്പനി പടർന്നു. അങ്ങനെ 21 ദിവസം 8 രൂപ കൊടുത്ത് ഞാൻ ലേബർ ചാർജ് എല്ലാം ഉൾപ്പെടെ ആ ഇൻക്യുബേറ്റർ വിരിയിച്ചിരുന്ന കുഞ്ഞിനെ 2 രൂപക്ക് കൊടുത്തു. അതിന് പോലും ആർക്കും വേണ്ടായിരുന്നു, ആരൊക്കെയോ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോഴും ഞാൻ തളർന്നില്ല. കാരണം ഞാൻ കഥ കേട്ട് വളർന്നത് മറ്റേ കഥയാണ്. ഏത്? കർഷകൻ്റെ കഥ, ആ കർഷകൻ്റെ മക്കളുടെ കഥ കേട്ട് വളർന്നവനാണ്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആടുകളുടെ ഒരു ഫാം എൻ്റെ സ്വപ്നമായിരുന്നു. അങ്ങനെ അത് പാലക്കാട് തന്നെ നടപ്പിലാക്കി. ഞാൻ ചെല്ലുന്ന ദിവസമൊക്കെ ആടൊക്കെ ഭയങ്കര കുശാലായിട്ട് തീറ്റയൊക്കെയാണ്. ഞാൻ പോന്നു കഴിയുമ്പോൾ ഇവരൊക്കെ മുതലാളികളുമായിട്ട് നമുക്ക് ആടിനോട് ചോദിക്കാൻ പറ്റും, മക്കളെ ഇവർ വല്ലതും തന്നോ എന്നുള്ളത് ചോദിക്കാനും പറ്റില്ല.
അങ്ങനെ ഓരോ ദിവസവും ഫോൺ വരും, ചേട്ടാ ആ കറുപ്പുമ്മ വെള്ള പുള്ളിയുള്ള ആടില്ലേ, അത് ചത്തുപോയി. സിരോഹി ആടാ, 10, 20, 25 രൂപ വിലയുള്ള ആടാ. പിന്നെ ആ ഏറ്റവും വലിയ ആടില്ലേ നമ്മുടെ യമുനാപ്പാരി, അത് ചത്തുപോയി. അങ്ങനെ ചത്തുപോയി എന്ന് കേട്ട് എനിക്ക് അവിടെ നിന്ന് വരുന്ന ഫോൺ പോലും പേടിയായി. അവസാനം ഞാൻ അതൊക്കെ ഉള്ളത് പിറക്കി വിറ്റു. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതിൻ്റെ പേരിൽ കുറച്ച് ആടുകളെയും പശുക്കളെയും ഒക്കെ, പശുക്കളെ പറയുമ്പോൾ എനിക്ക് വെച്ചൂർ പശു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഞാൻ മമ്മൂക്കിനോട് പറഞ്ഞു, മമ്മൂക്ക് എനിക്കൊരു വെച്ചൂർ പശു വേണം. അപ്പോൾ മമ്മൂക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വിശ്വംഭർ സാർ തന്നെ പിടിച്ചാൽ മതി. അങ്ങനെ വിശ്വംഭർ സാറ് എനിക്ക് തരാൻ, കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് വെച്ചൂർ പശുവിനെ. പക്ഷേ വെച്ചൂർ പശുവിനെ എനിക്ക് കിട്ടണമെങ്കിൽ 2917 ആവണം, അത്രയും ബുക്കിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ വിശ്വംഭർ സാറ് അന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അങ്ങനെ മമ്മൂക്ക പറഞ്ഞതനുസരിച്ച് ഞാൻ വെച്ചൂർ പശുവിനെ ചെന്ന് ബുക്ക് ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ ജന്മത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ആ സമയത്താണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുകയും അത് സാർ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് തരികയും ചെയ്തു. 2 പ്രസവങ്ങൾ കഴിഞ്ഞ എൻ്റെ ആയിഷുമ എന്ന് പറയുന്ന ആ വെച്ചൂർ പശു 2 ആൺകുഞ്ഞിന് ജന്മം നൽകി എന്ന കാര്യവും പറയുകയാണ്. അപ്പോൾ ഈ പൊക്കാളി എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരു ഔഷധമായിരുന്നു പൊക്കാളി. ഔഷധം എന്ന് വെച്ചാൽ കോളറ എന്ന് പറയുന്ന മാരക രോഗങ്ങൾ പടർന്ന് പന്തലിച്ച സമയത്ത് ഇതിൻ്റെ കഞ്ഞിവെള്ളമായിരുന്നു ഈ ആളുകൾക്ക് മരുന്നായിട്ട് കൊടുത്തിരുന്നത്. അത്തരം പൊക്കാളി ഇന്ന് നിർജീവമായി പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൃഷി ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ അടിച്ചു നോക്കി, ഈ പൊക്കാളി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിയപ്പോൾ ഒരു സംഭവമേ ഇല്ല ഇതിനകത്ത്. അങ്ങനെ ഞാനൊരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചു, ദി പൊക്കാളി എന്ന് പറഞ്ഞിട്ട്. അത് കേരള സർക്കാർ കണ്ടുപോലുമില്ല. അപ്പോൾ എന്നോട് അന്ന് നമ്മുടെ പ്രശസ്ത സാഹിത്യയായ KR മീരയായിരുന്നു ജൂറി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായിരുന്നു കുഴപ്പം ഈ ഡോക്യുമെൻ്ററിക്ക്? അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടുപോലുമില്ല സലീം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ എന്തൊക്കെയോ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയായാലും ശരി, എനിക്ക് തൃശ്ശൂർ കാർഷിക സർവകലാശാലയിൽ അതിൻ്റെ പേരിൽ ഒരു ക്ലാസ് എടുക്കാൻ പറ്റി. കാരണം ഒരു പേപ്പർ പൊക്കാളിയാണ്. അപ്പോൾ ആ പൊക്കാളി ഒരു ദിവസമെങ്കിലും കാർഷിക സർവകലാശാലയിൽ ലെക്ചറായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. മാത്രമല്ല ഇപ്പോൾ ജൈവവള സംരക്ഷണങ്ങളൊക്കെ, ജൈവവളം, കൃഷി രീതിയിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പൊക്കാളി എന്ന് പറയുന്ന നെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. തനി പ്രകൃതി നേരിട്ട് ഇടപെടുന്ന ഒരു കൃഷി രീതിയാണ് പൊക്കാളി. നിങ്ങൾ തീർച്ചയായിട്ടും പൊക്കാളി എന്ന കൃഷിയെ സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഈ മണ്ണിൽ നിലനിൽക്കേണ്ട മനുഷ്യരാണ്. അപ്പോൾ മണ്ണും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് പൊക്കാളി, അതുപോലെ തന്നെ ചെട്ടിയുരുപ്പ് പോലുള്ള നെൽകൃഷികളിലൂടെയാണ്. അപ്പോൾ നാളത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഈ കൃഷി ഭദ്രമാണ് എന്ന ഒരു 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 സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രത്യാശ കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്ററി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അവാർഡ് കിട്ടിയ, അവാർഡിന് അർഹരായ എല്ലാവർക്കും ഒരു കർഷകൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഈ അവാർഡ് ഞാനും വാങ്ങിച്ചെടുക്കും എന്ന് ഇവിടെ വെച്ച് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കതിര് കാക്കുന്ന കർഷകർക്ക് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.